ജോലി തിരക്കിൽ നിന്നൊക്കെ മാറി ഒരു ബ്രേക്കിന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, അതായത് എറണാകുളത്ത് വന്നതാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ ഉണ്ണി എന്നാണ് വിളിക്കുക. ഉണ്ണിയുടെ വീട്ടിൻ്റെ പുറകിൽ നല്ലൊരു ഉഗ്രം പാടമുണ്ട്. നമുക്ക് ആ പാടമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നല്ല രസമാണ്. എൻ്റെ അടുത്തായിട്ടുള്ള ആ ഒരു പോക്ക് കണ്ടിട്ട് ചേച്ചി ആദ്യമേ മുന്നറിയിപ്പ് തരുന്നുണ്ട് കേട്ടോ, ഇതിൽ കൂടെ പോകാൻ ഭയങ്കര പാടാണെങ്കിലും നമുക്ക് പാടത്തെത്തണ്ടേ. എത്ര പാടി സഹിച്ച് നമ്മൾ പാടത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ പോകും. കാരണം ഞാൻ ആ ചെളി കിടക്കും. ആഹാ, എന്ത് രസം. ആഹാ, എത്ര കാലം ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടിട്ട്. എൻ്റെ ദൈവമേ. ഇത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ള ഒരു പുത്തൻകുരിശ് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. നല്ല ഒരു നന്മ നിറഞ്ഞൊരു ഗ്രാമം. കണ്ണെത്താ ദൂരം വരെയും പാടാണ്. പാടവും തെങ്ങുകളും കൊച്ചു കൊച്ചു പക്ഷികളും. ഇതൊരു രസമാണിത് കാണാനായിട്ട്. ഇതാണ് എൻ്റെ നാട്. ഓക്കെ, ഇത് ബ്യൂട്ടിഫുൾ ആണെന്നുണ്ടോ? നമ്മുടെ സിറ്റിയിലൊക്കെ ഇങ്ങനെ കാണാൻ കിട്ടുമോ? പിന്നെ അല്ലെങ്കിൽ വല്ല പാലക്കാട് അങ്ങനെയൊക്കെ പോകേണ്ടി വരും അല്ലേ. രസമെന്നറിയോ ഇവിടെ. ഇപ്പം ഇതിങ്ങനെ വിതച്ച് വേണ്ട ഞാറൊക്കെ നട്ട് ആ ഒരു പരുവാണ്. വേണ്ട ഒത്ത നടുക്കെത്തിയിട്ടുണ്ട്. എന്താ ചെടിയാണ്, എന്നാലും വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളല്ലേ. വാ, എന്താ നിറയെ കിളികളും. അയ്യോ വീണന്. നിറയെ കിളികൾ, തുമ്പികളുണ്ട് കേട്ടോ ഇവിടെ. നിറച്ച് തുമ്പികൾ, കൊച്ചു കൊച്ചു കിളികൾ ഇവിടേക്ക് ഇരിപ്പുണ്ട്. പിന്നെ നിറയെ കൊക്കുകളുണ്ട്. കൊക്ക് ഇത് അവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇതുപോലത്തെ പാടങ്ങളും ഇതൊക്കെ? ഭയങ്കര രസമാണ്. ശരിക്കും നമ്മളേ സിറ്റിയിൽ നമ്മളെന്നും കിടന്ന ഓട്ടമാണല്ലേ ജോലിക്ക്. എപ്പോഴും തിരക്കാണ്. നമ്മളറിയുന്നില്ല. ആ ഒരു നേരത്തെ ആഹാരം കഴിക്കുമ്പോൾ പോലും നമ്മൾ ഇതെങ്ങനെയാണ്, ഇതെവിടെ നിന്നാണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇത് രസം. നെൽക്കതിരൊക്കെ കണ്ടോ? ഇതുവരെ എത്ര ആളുകൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ മുമ്പിലെത്തുന്ന അരിയും ചോറും ഒക്കെ. ശരിക്കും കേട്ടോ റിഫ്രഷിങ്. ഭയങ്കര നമ്മുടെ സോളിനെ തന്നെ ഒരു റിജുവനേറ്റ് ചെയ്യുക എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു ഫീലാണ് ഇങ്ങനത്തെയൊക്കെ സ്ഥലത്ത് വരുമ്പോൾ. ഇവിടെ എത്ര നിന്നാലും മതിയാകത്തില്ല. ചെറിയ പൊടി മഴയുണ്ടെങ്കിലുണ്ടല്ലോ ഇതിനേക്കാളും ഭയങ്കര. ഇതിൻ്റെ ഇടയിൽ ഒളിച്ച് നിൽക്കുന്ന ഒരാളെ കാണിച്ചു തരാം. നല്ല മഞ്ഞ ഒരു പൂ. ഇത് മുട്ടും ഒരു നെൽക്കതിര ഉണ്ടോ ഇങ്ങനെ അടുത്ത്? ഞാനിതൊരു ആദ്യം ഇങ്ങനെ അടുത്ത് കാണാത്തോണ്ടായിരിക്കും എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്കൊരുമാതിരി വിരളി പിടിച്ചണക്ക. ഫുള്ള് ഒരു പച്ച പട്ട് പതിപ്പിച്ച പോലെ. മുകളിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ആകാശം, താഴെ ഈ പച്ചപ്പും. എന്തൊരു മനസ്സിന് ശാന്തതയാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു രസകരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതായിരിക്കും ബൈ. ഞാൻ എവിടെയൊക്കെ കിടന്നൊന്നും വരകട്ടെ.